ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മനുഷ്യനോട് ദൈവം ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വേണം, ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അവിടെ നിശ്ചയമായിട്ടും ദൈവം അവനെ മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത്. പണ്ട് കഥകളിൽ കേട്ടിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും ചോദിച്ചോ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചവൻ്റെ തല ചോദിച്ചെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അതൊക്കെയും ചോദിച്ചവൻ അറിയാൻ പാടില്ല എന്താ ചോദിക്കാൻ പോകുന്നത്. നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചവന് അറിയില്ല ഇവൻ ചോദിക്കാൻ പോകുന്നത് എന്താണ്. ഇതങ്ങനെയല്ല. ദൈവം ഒരാളോട് നിനക്ക് എന്ത് വേണം ചോദിച്ചു കൊള്ളുക എന്ന് പറയണമെങ്കിൽ അവനെക്കുറിച്ച് ദൈവം അറിഞ്ഞിരിക്കണം. കാരണം ഒരിക്കലും ദൈവഹിതമല്ലാത്തത് അവൻ ചോദിക്കില്ല എന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ദൈവം ചോദിക്കില്ല. അപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചോദിച്ചവൻ്റെ ജീവൻ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെയാണ് വചനം പറയുന്നത്, നിന്നോട് കർത്താവ് ചോദിക്കും. ഇന്ന് വരെ നമ്മൾ പലരും പറഞ്ഞു കേട്ടോ, ഇന്ന് വരെ കർത്താവ് എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പൊ പറയണതല്ലേ, ഹൃദയത്തിലെ ആഗ്രഹം അറിയാൻ പറഞ്ഞിട്ടല്ലേ. അതിനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ദൈവം ചോദിക്കും. ഈ 3 കാര്യങ്ങൾ വന്നാൽ ദൈവം ചോദിക്കും. എന്തൊക്കെ ചെയ്താൽ? ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നത് എൻ്റെ പ്രതാപത്തിന് വേണ്ടിയിട്ടായിരിക്കും. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ ക്രെഡിറ്റ് ഒന്നുമില്ല, ഞാൻ മഹത്വം എടുക്കില്ല. ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു. 2, ദേശത്ത് പാർത്ത് വിശ്വസിക്കാതിരിക്കുക. ജാതികളുടെ പറയും, ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുമുറി തിന്നു. അതേത് വിശ്വസ്തയാ? ദേശത്ത് പാർത്ത് ദേശത്തോട് വിശ്വസ്തയാ. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ദേശത്ത് പാർത്ത് ദൈവത്തോട് വിശ്വസ്തയാ. ദേശത്ത് പാർത്ത് ദൈവത്തോട് വിശ്വസം. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ദേശത്ത് പാർത്ത് ദേശത്തിന് വിരോധമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. 3-മത്തത്, ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. ലോകത്തിൽ രസിക്കുന്നതിന് ധാരാളം വഴികളാണ്, ധാരാളം ദൂരം വഴികളാണെന്നറിയാം. പ്രത്യേകിച്ച് യൗവനക്കാർക്ക് യൗവന മോഹം സ്വാധീനിക്കാനും വശീകരിക്കാനും ഓരോന്ന് നശിക്കുന്നത് നമ്മൾ ദിവസം പ്രതി കേൾക്കുക. ഇങ്ങനെയുള്ള ഒരു ലോകത്താണ്. അപ്പോൾ അതുകൊണ്ട് രസിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ യൗവനക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. വാർദ്ധക്യത്തിൽ എത്തിയവരൊക്കെ നിന്ന് രസിക്കുന്നതാണ്. തീർത്തും ദുഷ്ടതയിലും അനീതിയിലും, പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഈ തമ്മിൽ റെസ്ലിങ്ങും ഗുസ്തിയും അടിപിടിയും ഒക്കെ നമ്മൾ കാണുന്ന അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. 2 പേരെ ഇറക്കി വിട്ടതിന് ശേഷം അതൊരു മൃഗങ്ങളുടെ കൂട് പോലെയാണ്. ഒരാളെ കൊല്ലും, അതുവരെയും ആ കൊല്ലുന്നവൻ ജയിക്കും, കൊല്ലപ്പെടുന്നവൻ തോക്കും. അങ്ങനെ ഒരു ഒന്നുണ്ട്, ഇതിലുണ്ട്. ഇത് കണ്ട് രസിക്കാൻ എത്രയോ പേരാണ്. ഒരു നിമിഷം മതി, അങ്ങ് അകത്തേക്ക് കയറി ചില നിമിഷങ്ങൾക്കുള്ളിൽ ഒരുത്തൻ ചത്ത്. എത്രയോ പേരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യന്റെ ഹൃദയം അങ്ങനെയാണ്. ഈ അന്ത്യകാലം വന്നപ്പോഴേക്കും തീർത്തും ദുഷ്ടതയിൽ രസിക്കുന്ന അവസ്ഥയാണ് എവിടെയും കാണാനുള്ളത്. എന്നാൽ ഇതിൻ്റെയൊക്കെയും മധ്യത്തിൽ കർത്താവിലല്ലാതെ ഞാൻ രസിക്കില്ല. യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിച്ച് രസിക്കണം, അവൻ ഭാഗ്യവാനാണ്. അപ്പൊ ദൈവത്തിൽ തന്നെ രസിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ ഹൃദയം ഒരിക്കലും ദോഷം ആഗ്രഹിക്കില്ല. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം, ദേശത്ത് പാർത്ത് വിശ്വസിക്കാതിരിക്കണം, ദൈവത്തിൽ തന്നെ രസിക്കണം. ഇതിന് 3 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ
ദൈവം അടുത്ത് വരും. നിനക്കെന്ത് വേണം? ദൈവത്തിന് പ്രസാദമായി. കാരണം ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ളവൻ ചപ്പ് ചവറുകൾ ആഗ്രഹിക്കില്ല. അവൻ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ടും അവൻ പ്രയത്നിക്കില്ല. ദൈവത്തിന് അറിയാം. നിനക്കെന്ത് വേണം? അവൻ ചോദിച്ച ചോദ്യം, ദൈവമേ, അവൻ ഈ ഒരിക്കലും മരിക്കരുത്, ഞാൻ ഒരിക്കലും മരിക്കാത്തൊരു ജീവിതം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവമാണ് ചോദിച്ചിരിക്കുന്നത്. നീ എന്ത് ചോദിച്ചാലും കൊടുക്കാം. എത്ര പേര് കണിയിൽപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ ഈ ചോദ്യം ചോദിച്ച്? എത്ര പേര്? ഹെരോദാവ് മകളല്ലേ, മകള് നൃത്തം ചെയ്ത് സന്തോഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷിച്ചു പോയി. കാരണം സ്വന്തം മകൾ അങ്ങനെ ഒന്ന്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, രാജ്യത്തിൽ പകുതിയുള്ള എന്ത് ആയാലും നിനക്ക് തരാം, പറഞ്ഞോ, ചോദിച്ചോളാൻ പറഞ്ഞു. ചോദിച്ചതെന്താ? ചോദ്യം കേട്ടപ്പോഴാണ് നടുങ്ങിപ്പോയത്. ഞാൻ കുടുങ്ങിപ്പോയല്ലോ. ആ മനുഷ്യന്റെ പ്രാണൻ അതിനാൽ നശിച്ചുപോയി. അതറിയോ? ഒറ്റ ചോദ്യത്തിന്റെ മറുപടി ചെയ്തതിന്റെ പേരിൽ ആ മനുഷ്യൻ നീതിമാന്റെ കൊല ചെയ്തവന്റെ അവസ്ഥയിലായിത്തീർന്നു. അവൻ നശിച്ചുപോയി. അപ്പോൾ ഇവിടെ ദൈവം ചോദിച്ച ചോദ്യത്തിന്, കർത്താവെ, ഞാൻ ഒരിക്കലും മരിക്കാത്ത ഒരു ജീവിതം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ കർത്താവിന് കഴിയില്ലേ? കർത്താവ് കൊടുക്കണ്ടേ? പക്ഷെ കർത്താവിനറിയാം, ചോദിക്കില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ശലോമോനൊന്ന് വീണ്. അതിനുശേഷം ഈ കാര്യം ചോദിക്കുകയാണെങ്കിലോ കാര്യം മാറി. ചോദിക്കില്ല, കർത്താവ് ചോദിക്കില്ല. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന് മുമ്പാകെ നമ്മൾ കേട്ട ദൂത് അങ്ങനെ തന്നെ നമ്മൾ ഓർമ്മ വെച്ചോളണം. എന്താണെന്നറിയാമോ? നിങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞ വാക്ക് ഓർത്തോളണം. നിങ്ങൾ കൊല ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എല്ലാം ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ മോഹങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ടേ ഒരു കെട്ട്. വിശ്വാസിയാ, ആരാധനയ്ക്കാണ് വന്നിരിക്കുന്നത്. എന്നാ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു ഓടിക്കളയണം. കാരണം ചോദിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളുങ്ങ തുറന്നാലുണ്ടല്ലോ, ഉള്ളുങ്ങ തുറന്നു കഴിഞ്ഞാൽ മനുഷ്യർക്ക് കേൾക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഉള്ളിലിരിക്കുന്നത്. എന്ത് 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 പ്രയോജനം? ഇന്ന് വരെയും ദൈവം അടുത്ത് വന്നിട്ടില്ല, ഹൃദയത്തിൻ്റെ ആഗ്രഹം ചോദിച്ചിട്ടുമില്ല. കാരണം കൊടുക്കാൻ തക്കത് ഒരു കാര്യമല്ല അവൻ്റെ ഉള്ളിലിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നത്, ഒന്ന് മാറ്റ്, ഒന്ന് നീക്ക്, ദൈവം അടുത്ത് വരും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളോട് ദൂത് പറഞ്ഞത്. ദൈവം അടുത്ത് വന്ന് ശലോമോനോട് ചോദിച്ചെങ്കിൽ പുതിയ നിയമസഭയിൽ ഈ ഉള്ള ഒരു ദൈവപൈതൽ എന്ന് പറഞ്ഞ ദൈവത്തിന് മുമ്പാകെ എത്ര വിലപ്പെട്ടവനാ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. എന്നാൽ ഈ ചെറിയവർ ഒരുവനോ എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽപ്പെട്ട ഒരുവനോ അതിനേക്കാൾ വലിയവനായിരിക്കും. അത്ര പദവിയുള്ള ഒരു ദൈവത്തിന്റെ പൈതലിന്റെ അടുക്കൽ കർത്താവ് വന്ന് എന്താ വേണ്ടതെന്ന് ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയല്ല. കാരണം ചോദിച്ചാൽ ഹൃദയത്തിൽ കരുതി വച്ചിരിക്കുന്നത് ഭയങ്കരമാണ്. ഒരിക്കലും ദൈവം അംഗീകരിക്കാത്തതാണ്, ഒരിക്കലും ദൈവം സഹിക്കാൻ പറ്റാത്തതാണ്, ഒരിക്കലും നമ്മുടെ നന്മയ്ക്ക് കാരണമായി തീരാത്ത കാര്യങ്ങളാണ് ഹൃദയത്തിലിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് പ്രസാദമുള്ളത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആവശ്യമായി വരത്തക്കവണ്ണം എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ആ പ്രശ്നം തീരും. ഇന്ന് നമ്മുടെ ചോദ്യത്തിന് മറുപടിയാണ്. നമ്മുടെ അടുത്ത് വരും കർത്താവ്. നമ്മുടെ അടുത്ത് വരാൻ പലരുടെയും കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. അവനോടൊന്നും മിണ്ടാൻ നിവൃത്തിയില്ല. കാരണം മിണ്ടിപ്പോയി കഴിഞ്ഞാൽ അവൻ 100 ആവശ്യങ്ങൾ പറയും. ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ പറയുകയാണ്, നീ എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പോയോ? ഇല്ല, ജ്യേഷ്ഠൻ്റെ അടുത്ത് പോയില്ല. ചെന്ന് കഴിഞ്ഞാൽ 100 കാര്യങ്ങൾ. ഞാൻ പോയി കിടന്ന് ഈ രാവും പകലും അധ്വാനിച്ചിട്ടാണ് ഉപജീവനം നടന്നു പോകുന്നത്. ചേട്ടൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 100 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എവിടെ നിന്ന് ചെയ്യാൻ പറ്റും? കാരണം അങ്ങോട്ട് പോയില്ല ഇതുവരെ. ഇത് തന്നെ ഗതി. ഇത് തന്നെ ദൈവത്തിൻ്റെ മക്കളുടെയും ഗതി. എന്താ? അടുത്ത് വരാറില്ല. നിനക്കെന്താ വേണ്ടതെന്ന് ചോദിക്കാറില്ല. ഹൃദയത്തെ തിരയാറില്ല. കാരണം തിരഞ്ഞു കഴിഞ്ഞാൽ നന്മയല്ല ആഗ്രഹം,
കാര്യങ്ങൾ ക്രമീകരണം വേണമെന്നുള്ളതല്ല ആഗ്രഹം. ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ശലോമോന്റെ അടുക്ക് കർത്താവ് എന്ന് ചോദിക്കുക, സ്വാഭാവികമായിട്ടും ശത്രു സംഹാരം. ഒരുപാട് ശത്രുക്കളുണ്ട് അവിടെ. അതിന് ഒരെണ്ണത്തിനെ വെച്ചേക്കരുത്. ഇത് ചോദിക്കേണ്ടതാ. കുറച്ച് പണം വേണം. കാരണം രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ. പണം വേണം. ഇതാ ചോദിക്കേണ്ടത്. മാനം വേണം. അത് ലോകം മുഴുവൻ അറിയപ്പെടണം. ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. എന്നാൽ ശലോമോൻ അതൊന്നും ചോദിച്ചില്ല. ശലോമോൻ ചോദിച്ചത് ഇത് മാത്രമാണ്. എന്താണ്? ഈ നിന്റെ ജനത്തെ മേയ്ക്കാനുള്ള വിവേകം. കാരണം നീ എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചല്ലോ, അത് പൂർത്തീകരിക്കാനുള്ള വിവേകം. സന്തോഷമായി. അതും കൊടുത്തു, അതോടൊപ്പം വേണ്ടതെല്ലാം കൊടുത്തു. കർത്താവിന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ കർത്താവ് ചോദിക്കാൻ, നമ്മുടെ അടുത്തേക്ക് വരാൻ മടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. വേണ്ട വേണ്ട. ചില മനുഷ്യരുണ്ട്, എത്ര ശ്രമിച്ചാലും, അവരെ മരിക്കുമെന്ന് പറഞ്ഞാലും ചോദിക്കില്ല. അവർ ചോദിക്കില്ല. ചോദിച്ച് അവർ മേടിക്കില്ല. അവർ ചോദിക്കും, കർത്താവിനോട് ചോദിക്കും, കർത്താവിനോട് പറയും കാര്യം. അല്ലാതെ തങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ അവർ യാചിക്കില്ല. അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ നിന്ന് വരില്ല. എത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതമാണെന്നറിയാമോ? എത്ര ശ്രേഷ്ഠമായ ജീവിതം. അവരോട് കർത്താവ് ചോദിക്കും, മകനെ നിനക്ക് എന്ത് വേണം? അവൻ്റെ ഹൃദയം പറയും. അവൻ ചോദിക്കുന്നതിന് അപ്പുറം ദൈവം കൊടുക്കും. ഇച്ഛിക്കുന്നതിനും നനയ്ക്കുന്നതിനും ഉപരിയായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം പ്രവർത്തിക്കുമല്ലോ. പിന്നെ എന്തിന് നാനാവിധ കാര്യങ്ങൾ. കർത്താവാണ് നമ്മുടെ അടിസ്ഥാനം. കർത്താവ് നമുക്ക് എടുക്കരുത്. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ ചുമക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ.